നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങളും അതിക്രമങ്ങളും വർദ്ധിക്കുമ്പോൾ ഒരു വിഭാഗം ആളുകൾ എപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്, സ്ത്രീകളുടെ വസ്ത്രധാരണത്തിന്റെ പ്രശ്നമാണ് അതെല്ലാം എന്ന്. എന്നാൽ വളരെ പിഞ്ചു കുഞ്ഞുങ്ങൾ എത്രയോ പേരാണ് ഇത്തരത്തിൽ അതിക്രമത്തിന് അല്ലെങ്കിൽ പീഡനത്തിന് ഇരയാകുന്നത് എന്നുള്ളതാണ് അതിനപ്പുറമുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ പറയുന്ന ഈ സംഭവം എന്ന് പറയുന്നത് മനസാക്ഷിയുള്ള ഒരാൾക്കും അത് കേട്ട് നിൽക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. 7 മാസം മാത്രം പ്രായമുള്ള ഒരു കൈക്കുഞ്ഞിനെ അതിക്രൂരമായി പീഡിപ്പിച്ച് വഴിയരികിൽ ഉപേക്ഷിച്ച യുവാവിനെ ഇന്ന് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ചാണ് കോടതിയുടെ ഈ ഒരു ഉത്തരവ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കുഞ്ഞിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നൽകണമെന്നും കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. സംഭവം നടക്കുന്നത് കൊൽക്കത്തയിലെ ബുറാത്തുള്ള ഏരിയയിൽ 2024 നവംബർ 30-നാണ് ഈ ഒരു നടുക്കുന്ന ക്രൂരത നടന്നിരിക്കുന്നത്. തെരുവോരത്ത് കഴിയുന്ന ദമ്പതികളുടെ മകളെ പെട്ടെന്നൊരു ദിവസം കാണാതാവുകയായിരുന്നു. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ കച്ചവടക്കാർ ഈ തെരുവോരങ്ങളിൽ അവർ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് അവർ കിടക്കുന്നത്, യാതൊരു മറയുമില്ലാതെ ഒരു തുണി വിരിച്ച് മാത്രമായിരിക്കും അവരവിടെ കിടക്കുന്നതും വിശ്രമിക്കുന്നതൊക്കെ. അത്തരത്തിൽ വിശ്രമിക്കുകയായിരുന്നു ഒരു കുടുംബം. ഇതിന് പിന്നാലെ കുഞ്ഞിനെ കാണാതാവുകയും ദമ്പതികൾ പോലീസിൽ വേഗം തന്നെ പരാതിപ്പെടുകയും ചെയ്യുകയായിരുന്നു. തെരച്ചിലിനിടെ നടപ്പാതയിൽ നിന്ന് കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. കരഞ്ഞു നിലവിളിക്കുകയായിരുന്ന കുഞ്ഞെ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു കണ്ടെത്തുന്ന സമയത്ത്. ആശുപത്രിയിൽ എത്തിച്ചത് പരിശോധന നടത്തിയപ്പോൾ അതിക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. 7 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞാണ്. അപ്പം നമ്മളൊന്ന് കരുതണം, നമ്മുടെയൊക്കെ ഒരു കയ്യിലോട്ടേ ഉള്ള ഒരു പിഞ്ചു കുഞ്ഞെന്ന് പറയുന്നത്. CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി രാജീവ് ഘോഷാണെന്ന് തെളിഞ്ഞിരിക്കുന്നത്. ഡിസംബർ 4-ന് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബംഗാളിലെ സാർ ഗ്രാമിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. 26 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചതിനാൽ പിന്നീടുള്ള നടപടികളും വേഗത്തിലായിരുന്നു. ഫെബ്രുവരി 17-ന് കേസ് പരിഗണിച്ച കോടതി ഘോഷ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയായിരുന്നു. പ്രതിക്ക് വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും നൽകരുതെന്ന പ്രോസിക്യൂഷന്റെ അഭ്യർത്ഥന കോടതി അംഗീകരിക്കുകയായിരുന്നു. ശിക്ഷാവിധി വന്നപ്പോൾ ഘോഷിനെ തൂക്കുകയർ തന്നെ വിധിച്ചു. ആ ഒരു പെൺകുഞ്ഞ് ഇപ്പോഴും ചികിത്സയിലാണെന്നാണ് റിപ്പോർട്ടുകൾ. കൊൽക്കത്ത RG കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് കുട്ടി ചികിത്സയിലുള്ളത്. കുഞ്ഞിനേറ്റ ഗുരുതരമായ പരിക്കുകൾ ഇതുവരെയും ഭേദമായിട്ടില്ല. 6 മാസത്തിനിടെ ബംഗാളിലെ 7ാമത്തെ വധശിക്ഷാ വിധിയാണ് ഇത് നടന്നിരിക്കുന്നത്. ഇതിനു മുൻപുള്ളതും ഇത്തരത്തിൽ അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങളും അതിക്രമങ്ങൾക്കുമാണ് ഇത്തരത്തിൽ വിധി വന്നിട്ടുള്ളത്. ഏതായാലും അതിദാരുണമായ സംഭവം എന്നേ പറയുന്നുള്ളൂ. ഇതിൽ 6 പോക്സോ കേസുകളിലാണ് ഉൾപ്പെടുന്നത്. ഇതുകൂടാതെ ഇന്ന് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ വർഷങ്ങളോളം പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ മുസ്ലിം പണ്ഡിതൻ ബീർ ബാബയ്ക്കും 10 വർഷം തടവ് ഇന്ന് കോടതി വിധിച്ചിരിക്കുകയാണ്. ജമ്മു കാശ്മീരിലെ മുൻജി സ്വദേശിയായ മൗലവി അജാസ് അഹമ്മദ് ഷെയ്ഖിനെയാണ് ശിക്ഷിച്ചിരിക്കുന്നത്. ജമ്മു കാശ്മീരിലെ സോപ്പോറിലെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് വിധി. ആത്മീയ ശക്തി ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഇയാൾ കുട്ടികളെ പീഡിപ്പിച്ചിരുന്നത്. ജിന്നുമായി സംസാരിക്കാൻ തനിക്ക് കഴിവുണ്ടെന്നും അവകാശപ്പെട്ടിരുന്നു. ജിന്ന് ശരീരത്തിൽ കയറിയെന്നും താനല്ല ജിന്നാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നാണ് ഇയാൾ കുട്ടികളോട് പറഞ്ഞത്. രാത്രിയാണ് ജിന്ന് വരുന്നതെന്നും അതിനാൽ ആ സമയത്ത് എത്തിക്കാനുമാണ് പ്രതി മാതാപിതാക്കളോട് നിർദ്ദേശിച്ചിരുന്നത്. വർഷങ്ങളോളം പീഡനത്തിന് ഇരയായ ഒരു കുട്ടിയുടെ വെളിപ്പെടുത്തലോടെയാണ് സംഭവം പുറലോകം അറിഞ്ഞത്. അല്ലെങ്കിൽ ഇയാൾ ഇനിയും ഇതുപോലെ കുട്ടികളെ പീഡനത്തിന് ഇരയാക്കിയിരുന്നേനെ. ജിന്നുകളുമായി സംസാരിക്കാൻ വേണ്ടി രാത്രിയിൽ കുട്ടികളെ കൊണ്ടുവരാൻ ഷെയ്ഖ് ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് ഇരയുടെ പിതാവ് മൊഴി നൽകി. 2013 മുതൽ 2017 വരെ 4 വർഷക്കാലം തുടർച്ചയായി മകനെ പ്രതിയുടെ അടുത്തേക്ക് കൊണ്ടുപോയിരുന്നുവെന്നും പിതാവ് കോടതിയിൽ പറഞ്ഞു. 2016 മാർച്ച് 2-ന് കേസ് രജിസ്റ്റർ ചെയ്തത്. 2017 ജൂൺ 15-ന് വിശദമായ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു.